മാസപ്പടി കേസിൽ ഇനി അന്വേഷണം ആവശ്യമില്ല. നിർണായക നീക്കവുമായി CMRL. ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി. മാസപ്പടി കേസിൽ CMRL കമ്പനിക്കെതിരായ SFIO ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. മാസപ്പടി കേസിലെ SFIO ED അന്വേഷണത്തിനെതിരെയാണ് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. മാസപ്പടി കേസിൽ CMRL കമ്പനിക്കെതിരായ SFIO ED അന്വേഷണങ്ങൾ റദ്ദാക്കണമെന്ന ഹർജിയിലെ ആവശ്യവുമായി രംഗത്ത് വന്നതോടെ വീണ്ടും ഈ വിഷയത്തിൽ സജീവമായി ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. മാസപ്പടി ഇടപാട് ആദായ നികുതി ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയതാണെന്നും ഇനി മറ്റന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് CMRL ഹർജിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത രേഖകളോ മൊഴിയുടെ വിവരങ്ങളോ മറ്റന്വേഷണ ഏജൻസികൾക്ക് കൈമാറരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കൈമാറിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ അനുവദിക്കരുത്. കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ അന്വേഷണവും ED അന്വേഷണവും റദ്ദാക്കി കോടതി ഉത്തരവിടണമെന്നും ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്നും CMRL ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് CMRL ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. CMRLലെ കൂടുതൽ ജീവനക്കാർക്ക് അതേസമയം ED നോട്ടീസ് അയച്ചിരിക്കുകയാണ്. CMRL എക്സാലോജിക് ദുരൂഹ ഇടപാടിൽ CMRLലെ കൂടുതൽ ജീവനക്കാർക്ക് ED നോട്ടീസ്. ഫിനാൻസ് ചീഫ് ജനറൽ മാനേജർ P സുരേഷ് കുമാറിനാണ് നോട്ടീസ് നൽകിയത്. എക്സാലോജിക്കുമായി ഉണ്ടാക്കിയ കരാറിൽ ഒപ്പിട്ടയാളാണ് P സുരേഷ് കുമാർ. അതേസമയം ചോദ്യം ചെയ്യലിന്റെ പേരിൽ ED ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന CMRL ജീവനക്കാർ. വനിതാ ജീവനക്കാരിയെ രാത്രി ചോദ്യം ചെയ്തത് നിയമവിരുദ്ധമെന്നും CMRL ഉദ്യോഗസ്ഥർ ഹൈക്കോടതിയിൽ നൽകിയ ഉപഹർജിയിൽ പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് CMRL MD ശശിധരൻ കർത്തയും ഹൈക്കോടതിയെ സമീപിച്ചു. ഹർജികൾ വെള്ളിയാഴ്ച പരിഗണിക്കും. ആരോഗ്യ പ്രശ്നങ്ങളാണെന്നും ചോദ്യം ചെയ്യലിൽ നിന്നും ഒഴിവാക്കണമെന്നും മാസപ്പടി കേസിൽ വീണ്ടും ശശിധരൻ കർത്ത ഹൈക്കോടതിയിൽ. മാസപ്പടി കേസിൽ EDയുടെ സമൻസിനെതിരെ CMRL MD ശശിധരൻ കർത്ത ഹൈക്കോടതി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ സാധിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ശശിധരൻ കോടതിയെ സമീപിച്ചത്. MDക്ക് പിന്നാലെ CMRLലെ മറ്റുദ്യോഗസ്ഥരും കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ED നിർദ്ദേശിച്ചിരുന്നത്. ഈ മാസം 12-നും EDക്കെതിരെ ശശിധരൻ കർത്ത കോടതിയെ സമീപിച്ചിരുന്നു. ED സമൻസിലെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ടാണ് ശശിധരൻ കർത്ത കോടതിയെ സമീപിച്ചത്. എന്നാൽ ED അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയായിരുന്നു. EDയുടെ വാദങ്ങൾ കൂടി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതിയുടെ വിധി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെടെ മാസപ്പടി നൽകിയ സംഭവത്തിലാണ് കർത്തയെ ചോദ്യം ചെയ്യുന്നത്. 135 കോടിയുടെ ഇടപാട് നടന്നുവെന്നാണ് ED അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അതേസമയം കേസുമായി സഹകരിക്കുന്നില്ലെന്ന് കാണിച്ച് ശശിധരൻ കർത്തയ്ക്കെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ED.